പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ജൂലൈ മാസം 18 തീയതി വ്യാഴാഴ്ച ഈ പ്രഭാതത്തിൽ പ്രഭാത മന്ദിയുമായിട്ട് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത മന്ദിയിലേക്ക് ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല സ്നേഹത്തിൽ അതെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 19 അധ്യായം അതിൻ്റെ 9 വാക്യമാണ്. അതിപ്രകാരം വായിക്കുന്നു: പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇതിന്റെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് വിരുന്നുശാലയിലേക്ക് ക്ഷണം. വിരുന്നുശാലയിലേക്ക് ക്ഷണം. അതെ, സ്വർഗത്തിൽ ഒരു വലിയ കല്യാണം നടക്കുവാൻ പോവുകയാണ്. എന്നാൽ ആ കല്യാണ സദ്യയിലേക്ക് ഇന്ന് അനേകരെ വിളിച്ചുകൊണ്ടിരിക്കുക, അനേകരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ലോകത്തെമ്പാടും കർത്താവിന്റെ സത്യസുവിശേഷം ലോകത്തെമ്പാടും അതെ പ്രഘോഷിപ്പിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം കേട്ടനുസരിച്ച് ആരൊക്കെ സത്യസഭയുടെ അംഗമായി ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടാകുന്നുവോ അവർക്ക് മാത്രമേ ആ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ ക്ഷണമുള്ളൂ. അതിന് നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതമാകുന്ന ഈ അങ്കി അഥവാ ഈ വസ്ത്രം വെളുപ്പിക്കണം. എങ്ങനെ വെളുപ്പിക്കണം? അതെ, വചനം പറയുന്നു, 1 യോഹന്നാൻ 1 അധ്യായം 7 വാക്യം, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന്. സ്തോത്രം. അതെ, പാപിയായ അമ്മേ സ്തോത്രം, പാപത്തിൽ ജനിച്ച് പാപത്തിലായിരിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ പാപത്തിന്റെ വസ്ത്രത്തെ കഴുകിക്കളയുവാൻ, പാപത്തിന്റെ കറയെ കഴുകിക്കളയുവാൻ എന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ അതേ സൃഷ്ടാവായ ദൈവം, ലോക രക്ഷിതാവായ ദൈവം തൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി അഥവാ ഭാവികൾക്ക് വേണ്ടി ചീന്തുവാൻ ഇടയായിത്തീർന്നു. ഒരു തുള്ളി രക്തം പോലും ബാക്കി വെക്കാതെ അമേൻ അതേ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി നൽകി. ആ രക്തത്തിൽ ആരാശ്രയിക്കുന്നുവോ, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾ ആരെ കേട്ടു പറയുന്നുവോ അവിടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും അതേ കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്താൽ കഴുകി ഹിമം പോലെ വെളുപ്പിക്കുവാൻ ഇടയായിത്തീരും. അപ്രകാരം അമേൻ പാപക്ഷമ ലഭിച്ചവര് എന്ത് ചെയ്യണം? ദൈവത്തിന് കൽപ്പനയാകുന്ന മത്തായി 28 അധ്യായം 18 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അതെ, കർത്താവ് പറയുക, അന്ത്യകൽപ്പനയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകത്തിന്റെ അവസാനം വരെയും നിങ്ങൾ കൂടെ ഉണ്ടെന്ന്. സ്തോത്രം. അപ്രകാരം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കയ്യിൽ പ്രാപിച്ച് അതേ ദൈവകൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സത്യത്തിലും ആത്മാവിലും ആമേ സ്തോത്രം ആമേ ദൈവത്തെ ആരാധിച്ച് സത്യസഭയുടെ അംഗമായി 10 കൽപ്പനകളും അനുസരിച്ച് വിശുദ്ധിയോടെ ആര് ജീവിക്കുന്നുവോ അവർക്കാണ് എന്ത്? അതേ സ്തോത്രം, കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിൽ ക്ഷണം ഉണ്ടാകുന്ന. സ്തോത്രം. അതെ, ഇന്നുവരെയും ആരെങ്കിലും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ യോഹന്നാൻ 1 അധ്യായം 12 വാക്യം ഇപ്രകാരം വായിക്കുന്നു: അവനെ കൈകൊണ്ട്
അഥവാ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. ദൈവമക്കൾ എന്നുള്ള ആ പദവി അത് ചെറിയ പദവിയല്ല. ലോകത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പദവിയാണ് എന്ത്? ദൈവമക്കൾ, ദൈവമകൻ, ദൈവമകൾ എന്നുള്ള ആ പദവി. ആ പദവി കരസ്ഥമാക്കുവാൻ സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒന്നുകൂടി പറയാം, നമ്മൾ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്. മത്തായി അതിന്റെ 22-ാം അധ്യായം, അതിൽ പ്രകാരം വായിക്കുന്നുണ്ട് 12-ാം വാക്യം. ഈ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെടാതെ കടന്നു വന്ന ഒരു അതിഥിയാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് അവരോട്, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കം. അപ്പോൾ ഈ കല്യാണ സദ്യയിൽ പങ്കില്ലാത്തവര് എവിടെ തള്ളപ്പെടും? അതേ സ്തോത്രം, നിത്യ നരകത്തിൽ. അവ ഇരുട്ടും അന്ധകാരമുള്ള ആ നിത്യ നരകത്തിലേക്ക്, കെടാത്ത തീയും അത് ചാകാത്ത പുഴുവുമുള്ള ആ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഇന്ന് പകൽക്കാലം അപ്രകാരം ആരും ആ ഒരു ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകുവാൻ ഇടയാകാതെ വണ്ണം സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കും. ആമേ സ്തോത്രം. അതെ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അതെ, ഈ കല്യാണ സദ്യക്ക് അതെ പങ്കുള്ളവരാകണമെങ്കിൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും അതേ സ്തോത്രം ഒരു തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാകണം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അത് ജന്മനാൾ ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകാല അതേ CJ ദാനിയേൽ വെണ്ണിക്കുളം, മേരി ഷാജി വെണ്ണിക്കുളം, ബേബി ജോണി ആഞ്ഞിത്താനം, പൊന്നമ്മ രാജു വെണ്ണിക്കുളം, മനു പി അലക്സാണ്ടർ കുവൈറ്റ്, സുഭാഷ് ആനന്ദ് കുറ്റപ്പുഴ. ഈ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകുവാൻ ഇടയാകാതെ വണ്ണം അവിടെയൊക്കെ കർത്താവേ അങ്ങിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല് ഇന്ന് ജന്മനാളെ ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷം അവർക്കും അനുഗ്രഹമാക്കി തീർക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ.